സാർ, ഇന്ത്യയിൽ മൊത്തം ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ഡാർക്ക് വെബിൻ്റെയൊക്കെ ഒരു പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ, ഇയാൾ ഇപ്പം കേരളത്തിൽ നിന്ന് പിടിയിലായതിൻ്റെ വാർത്തകൾ അപ്പുറത്ത് വരുന്നത്. എന്താ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? മൂവാറ്റുപുഴയിലെ വീട്ടിൽ ഞായറാഴ്ച ആയിരുന്നു റെയ്ഡ്. അപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറാണ്, തൃശ്ശൂരിൽ നിന്ന് പഠിച്ച ആളാണ്. അപ്പോൾ റെയ്ഡ് നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം ഇയാൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ജോലിയൊക്കെ വിട്ട് ഈ പണി ചെയ്യുന്നു എന്നുള്ളത് അവർക്കും ധാരണയില്ലായിരുന്നു എന്നുള്ള മട്ടിലാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയാണിത്. എഡിസൺ എന്നാണ് അയാളുടെ പേര്, എഡിസൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ഡ്രഗ് സിൻഡിക്കേറ്റ് നയിക്കുന്നത് ഈ എഡിസൺ ആണ്. ഡാർക്ക് നെറ്റ് ഡ്രഗ് സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്ക് സാധാരണ സെർച്ച് ചെയ്യുമ്പോഴൊന്നും കിട്ടുന്നതല്ലല്ലോ ഈ ഡാർക്ക് നെറ്റ്. മറ്റേ പോലീസിന് പിടിക്കാവുന്ന വിധത്തിൽ സാധാരണ സോഷ്യൽ മീഡിയ പോലെയൊന്നും അല്ല ഇതിൻ്റെ ഓപ്പറേഷൻസും ഒക്കെ. അപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്നുള്ള റെയ്ഡിൽ LSD, കെറ്റമീൻ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റേ നാർക്കോട്ടിക്സ് വിഭാഗം പോലീസും എല്ലാം കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മെലോൺ എന്നായിരുന്നു ഈ ഓപ്പറേഷൻ്റെ പേര്. കെറ്റാമെലോൺ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കെറ്റമീൻ എന്ന് പറയുന്നത് ഡ്രഗാണ്. കെറ്റമീൻ്റെ കൂടെ ഓപ്പറേഷൻ്റെ പേരായ മെലോണും കൂടി ചേർത്തിട്ട് ഈ കയറിച്ചെന്ന സംഘം വെൽക്കം കെറ്റാമെലോൺ ടു ദി പോലീസ് ട്രാപ്പ് എന്ന് പറഞ്ഞാണ് കയറിയത് എന്നാണ് പറയുന്നത്. പോലീസിൻ്റെ കെറ്റമെലോണെ പോലീസിൻ്റെ കിണിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് കയറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ LSDയും കെറ്റമീനും ഇയാളുടെ നിന്ന് പിടിച്ചത് 1127 LSD ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് എന്ന് പറയില്ല, LSD സ്റ്റാമ്പ് പോലെ ഇങ്ങനെ പതിച്ചിട്ടാണല്ലോ. പിന്നെ 13,166 ഗ്രാം കെറ്റമീൻ, ഇത് രണ്ടും ആണ് ഇയാളുടെ നിന്ന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ അസറ്റ് കൂടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ വഴിയാണ് ഇയാളുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത്, ക്രിപ്റ്റോ കറൻസി വഴി. ബ്രിട്ടനിൽ നിന്നാണ് ഇയാളിത് വാങ്ങിച്ചു കൊണ്ടിരുന്നത്, ഈ കെറ്റമീനും മറ്റും. അപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൊച്ചി സോണിലെ യൂണിറ്റ് ആണ് റെയ്ഡിന് വിവരമൊക്കെ കിട്ടിയിട്ട് നേതൃത്വം കൊടുത്തത്. 4 മാസമായിട്ട് ഇയാൾ നിരീക്ഷണത്തിലൊക്കെ ആയിരുന്നു. എഡിസണ് 35 വയസ്സാണ്. മൂവാറ്റുപുഴ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് ഡ്രഗ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ഇയാളാണ്. ഈ ഏറ്റവും വലിയ വിൽപ്പനക്കാരൻ എന്ന് പറയുമ്പോൾ ലെവൽ 4 എന്നാണ് അവരുടെ ശൃംഖലയിൽ പറയുന്നത്. ഇന്ത്യയിലെ ഏക ലെവൽ 4 മയക്കുമരുന്ന് വ്യാപാരിയായിരുന്നു ഇയാൾ. ഒരാളേ ഉള്ളൂ ഇന്ത്യയിൽ ലെവൽ 4 വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 6 വർഷമായി ഇയാൾ തുടങ്ങിയിട്ട് ചെറിയ രീതിയിലാണ് ഇയാൾ വിറ്റ് തുടങ്ങിയിരുന്നത് 6 വർഷം മുമ്പ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരിയായി ഒരു സഹായിയെ കൂടി പിടിച്ചിട്ടുണ്ട്. ആ സഹായിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയിരുന്നു. ബ്രിട്ടനിൽ നിന്ന് ഇയാൾ വാങ്ങിയിരുന്നത് ഗുംഗാ ദിൻ എന്ന് പറഞ്ഞൊരാളുടെ, അത് വ്യാജ പേരായിരിക്കും കേട്ടെടുത്തോളം. ഗുംഗാ ദിന്നിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ LSD വ്യാപാരിയാണ് ഡാർക്ക് നെറ്റിൽ ഗുംഗാ ദിൻ. അപ്പോൾ കേരളത്തിൽ സാധാരണഗതിയിൽ ഒരു വർഷം പിടിക്കുന്നത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ 1000 LSD സ്റ്റാമ്പുകളാണ്, ബ്ലോക്സ്, ശരാശരി 1000. പക്ഷെ ഇയാൾ ഇന്ത്യയിൽ ഒരു മാസം വിൽക്കുന്നതിന് 10,000 LSD സ്റ്റാമ്പുകളാണ് ശരാശരി വിൽക്കുന്നത്. ബംഗളൂരു, ചെന്നൈ, ഭോപ്പാൽ, പാട്ന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ എല്ലായിടത്തും ഇന്ത്യയിൽ ഇയാൾക്ക് ശൃംഖലകളുണ്ട്. കഴിഞ്ഞ 14 മാസം കൊണ്ട് ഇയാൾ 600 കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 600 പേർക്ക് കഴിഞ്ഞ 14 മാസം
നടത്തിയിട്ടുണ്ട്. ഇപ്പം പിടിച്ച കെറ്റമിൻ LSD എല്ലാം കൂടിയിട്ട് 35.12 ലക്ഷം രൂപ വരും. LSD സ്റ്റാമ്പുകൾ ഓരോന്നിനും 2500 മുതൽ 4000 രൂപ വരെ വരും. ഇനിയിപ്പോൾ ഇയാളുടെ ക്ലയൻറ്റുകളെയൊക്കെ പിടിക്കേണ്ടി വരുമല്ലോ ശൃംഖല മൊത്തം പൊളിക്കാൻ. ഈ ജൂൺ 28-ന് 280 LSD ഈ സ്റ്റാമ്പുകൾ ഇയാൾ വിൽപ്പന നടത്തിയത് 280 സ്റ്റാമ്പുകൾ ജൂൺ 28-ാം തീയതി ഇൻ്റർസെപ്റ്റ് ചെയ്തിരുന്നു നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. എന്ന് പറഞ്ഞാൽ ഇയാൾ അയക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയിട്ട് തടഞ്ഞിട്ടുണ്ട് ഇയാൾ അയക്കുന്നത്. അങ്ങനെ ആളെയും മനസ്സിലായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് 3 പോസ്റ്റൽ പാഴ്സൽ ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോസ്റ്റൽ പാഴ്സൽ ആയതുകൊണ്ട് തടയാൻ പറ്റി, ഇൻ്റർസെപ്റ്റ് ചെയ്തു. ചിലപ്പോൾ പോസ്റ്റൽ വഴി തന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ അയക്കുന്നത് എന്താണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാറുണ്ടല്ലോ, അങ്ങനെ കിട്ടിയതായിരിക്കാം. ജൂൺ 29-ാം തീയതിയാണ് വീട് തെരച്ചിൽ നടത്തിയത്. 847 LSD സ്റ്റാമ്പുകൾ പ്ലസ് 131.66 ഗ്രാം കെറ്റമിൻ ആണ് ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. 131.66 ഗ്രാമാണ്. മുമ്പ് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നു. 131.66 ഗ്രാം ആണ് പിടിച്ചത്. പല ഡാർക്ക് നെറ്റ് വിപണികൾ വഴിയും ഇയാൾ വിൽക്കുന്നുണ്ട്. 4 മാസത്തെ അന്വേഷണമാണ് ഇയാളെ കൊടുക്കുന്നതിൽ ചെന്ന് എത്തിയിരിക്കുന്നത്. ഇയാളുടെ ഇന്ന് പെൻഡ്രൈവും ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ടെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം കാണുന്നുണ്ട്. അത് ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഡാർക്ക് നെറ്റിൽ കച്ചവടം ചെയ്യാനുള്ള ഈ ഫ്രീ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ, അതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടെയിൽസ് എന്ന് പറയുന്നത്. അതുവഴിയാണ് ഈ ഡാർക്ക് നെറ്റിലേക്കൊക്കെ കയറുന്നത്. അത് ആരും പിടിക്കാതിരിക്കാൻ, ആരും അറിയാതിരിക്കാൻ. അപ്പോൾ 6 വർഷം മുമ്പ് ചെറിയ തോതിൽ ഇയാൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് മെക്കാനിക്കൽ എൻജിനീയർ എന്നുള്ള ജോലിയൊക്കെ അവസാനിപ്പിച്ച് തുടങ്ങിയതാണ്. ഒരേ സമയം ഇയാൾ 1000 സ്റ്റാമ്പുകളൊക്കെ വിൽക്കുന്നുണ്ട്, LSD സ്റ്റാമ്പുകൾ. പല ക്രിപ്റ്റോ പ്ലാറ്റ്ഫോംസ് വഴിയും ഇയാൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കോടതിയിലൊക്കെ ഹാജരാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 1000 LSD സ്റ്റാമ്പുകൾ വിൽക്കുന്ന ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഏതൊരു കേരളത്തിൽ തന്നെയാണെങ്കിൽ പോലും, പക്ഷേ ഇയാളുടെ ഒരു 10,000-ഓളം LSD ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ എത്രയും വലിയൊരു ഹോൾസെയിൽ ഡീലറാണ്. ഇയാൾ ഹോൾസെയിലാണ്. ഇയാളുടെ നിന്ന് വേറെ ആളുകളൊക്കെ വാങ്ങിച്ചിട്ട് അവരുടേതായ കച്ചവടം. ഈ കയ്യിൽ കാശുള്ളത് പോലെ ഇയാൾ 6 കൊല്ലം മുമ്പ് ചെറുതായിട്ട് തുടങ്ങിയതാണല്ലോ. 2 കൊല്ലം കൊണ്ടാണ് വലിയ കച്ചവടക്കാരനായിരിക്കുന്നത്. അപ്പോൾ ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണമല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ, അങ്ങനെ ഇതിനാണെങ്കിൽ 2000 രൂപ 3000 രൂപ ഒരു സ്റ്റാമ്പിന് തന്നെ വരുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അത് മുടക്കാൻ പറ്റുന്ന ആളുകൾ തന്നെ ആയിരിക്കണം കസ്റ്റമേഴ്സും. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ചില പേരുകളൊക്കെ ഇല്ലേ സിനിമാ രംഗത്തുമൊക്കെ, ഒരു ബാസിയുടെ പേരൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ കസ്റ്റമർ ഉള്ളവരൊക്കെ ഉണ്ട് കസ്റ്റമേഴ്സ് ആയിട്ടൊന്നല്ലേ. അതെ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ മറ്റേ ഓൾ ഇന്ത്യ തലത്തിൽ ഇയാള് ചിലപ്പോൾ ബോളിവുഡിലും ഒക്കെ കച്ചവടം ചെയ്യുന്നൊക്കെ ഇയാളൊക്കെ ആയിരിക്കും. സാർ, ഈ ടെക്നോളജിയുടെ വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡാർക്ക് വെബ് പോലെയുള്ള സൈറ്റുകൾ, അതിൻ്റെയൊക്കെ വികാസം അത് സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സാധനം വേണ്ട ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശരിയല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ പോലീസിനൊക്കെ ഇത്രയും താമസം എടുക്കേണ്ടി വന്നോ ഇങ്ങനെ ഒരാളെ കുരുക്കാൻ? അതൊരു വലിയ താമസം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് നെറ്റിലെ കച്ചവടം അറിയില്ലല്ലോ, അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഡാർക്ക് നെറ്റിലേക്ക് പോകുന്നത്. അത് ഡാർക്ക് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവർക്ക് എത്തിപ്പിടിക്കാൻ. കാരണം അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ടെയിൽസ് എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത് ഇയാൾക്ക് എൻജിനീയറിങ് വൈഭവം ഉണ്ട് കയ്യിൽ. ഇതൊക്കെ കുറച്ച് ഈ ടെക്നോളജി സാങ്കേതികത്വം അറിയണമല്ലോ. പോലീസിന് എന്ന് പറഞ്ഞാൽ അവർക്ക് സൈബർ ഡോം ഉണ്ട്. പക്ഷേ പോലീസിൽ തന്നെ ഈ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയവരുടെ എണ്ണം കുറവായിരിക്കില്ലേ. അതിനൊരു പ്രത്യേക സൈബർ ഡോം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അവർക്ക് തന്നെ വേണ്ടതിൽ കൂടുതൽ ജോലി
ഈ മറ്റേ വെർച്വൽ അറസ്റ്റ്കാരൊക്കെ കൊടുക്കുന്നുണ്ടാവും. ആ നിങ്ങൾ അറസ്റ്റിലാണ്, CBI അറസ്റ്റിലാണ്, ഉടനെ ഇത്ര പൈസ ഇതിലേക്ക്. ഇത് ഒരു മെത്രാൻ തന്നെ കൂർലോസോ അതിലൊക്കെ പെട്ടുപോയി. അതെ അതെ, ഒരു പഴയ ജഡ്ജി തന്നെ പെട്ടില്ലേ, അതെ ശശിധരൻ നമ്പ്യാര്. അതെ എന്ന് പറയുന്നത് പോലെ പോലീസിന് അല്ലാതെ തന്നെ ഇപ്പോൾ ട്രാഫിക്കിലുള്ള പോലീസാണെങ്കിലും അല്ലാത്ത ക്രൈംബ്രാഞ്ച് ആണെങ്കിലും വലിയ തിരക്കാണല്ലോ. ഒരുപാട് ജോലിയുണ്ട് അവർക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് നെറ്റിൽ കയറാൻ തന്നെ പറ്റില്ല. അതിന് പ്രത്യേക സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വേണം. അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് പോലും അത് അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഏജന്റുമാരൊക്കെ എല്ലായിടത്തും കാണും, നോർത്ത് ഇന്ത്യയിലും ഒക്കെ. അല്ലാതെ ഏതെങ്കിലും ഒരു നടൻ ഡാർക്ക് നെറ്റിൽ കയറി ഇത് മേടിക്കുന്നും കരുതാൻ വയ്യ. കാരണം ഏജന്റുമാർ കാണും. അതാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഏജന്റുമാർക്ക് അയച്ചു കൊടുക്കുന്നു, അവർ ഓർഡർ കൊടുക്കുന്നു. ഇവിടെ പോസ്റ്റിലാണല്ലോ ഇത് പോയിരിക്കുന്നത്, പോസ്റ്റൽ തപാലിൽ സ്റ്റാമ്പ് എന്നുള്ള മട്ടിലൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ എഡിസൺ ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു ശൃംഖലയെ നയിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് അയാൾ ഇത് കൈകാര്യം ചെയ്തിരുന്നത്. അതാണ് ഇതിൽ നിന്ന് വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.